Each season has its own peculiarities and it is very interesting to enjoy all the seasons. Here we are discussing such a topic, Swimming Chelango Lake by Charles Tomlinson. ചാൾസ് ടോംലിൻസന്റെ സ്വിമ്മിംഗ് ചെലാങ്കോ ലേക്ക് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓരോ സീസൺസിന്റെയും പ്രത്യേകതകൾ നമുക്കറിയാം. ഓരോ സീസണും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അത്തരത്തിലൊരു സീസണെ കുറിച്ച് വിവരിക്കുന്ന ഒരു കവിതയാണ്. And Charles Tomlinson is an English poet who wrote Swimming Chelango Lake with reference to his work The Way of the World in 1969. 1969 അദ്ദേഹത്തിന്റെ കളക്ഷനായ ദ വേ ഓഫ് ദ വേൾഡ് എന്ന ആ ഒരു കളക്ഷനിലാണ് അദ്ദേഹം ഈ ഒരു പോയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോയത്തിന്റെ പേര് സ്വിമ്മിങ് ചെലാങ്കോ ലേക്ക്. ആൻഡ് ഇറ്റ് ഈസ് ഓഡ് ഓൺ സ്വിമ്മിങ്. ഒരു ഓടാണിത്. ഓഡ് മീൻസ് ഇറ്റ് ഈസ് എ പോം അഡ്രസ്സിങ് സംതിങ് ഓർ സംവൺ. എന്തിനെങ്കിലും അഡ്രസ് ചെയ്ത് എഴുതുന്ന കവിതയ്ക്കാണ് ഓഡ് എന്നറിയപ്പെടുന്നത്. ഓഡ് പലതരത്തിലുണ്ട്. പിൻഡാറിക് ഓഡ്, ഹൊറേഷ്യൻ ഓഡ്. നമ്മളത് അതിന്റെ വെറൈറ്റി അതിനെ കുറിച്ച് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഓഡ് ഓൺ എ ഗ്രേഷ്യൻ, ഓഡ് ടു ഓട്ടം, ഓഡ് ടു സ്കൈലാർക്ക്, അങ്ങനെയുള്ള കുറച്ച് ഓഡ്സ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇവിടെയും ഈ കവിത ഒരു ഓഡാണ്. ഇറ്റ് ഈസ് ആൻ ഓഡ് ഓൺ സ്വിമ്മിങ്. സ്വിമ്മിങ്ങിനെ കുറിച്ച് പറയുന്ന, നീന്തലിനെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. ആൻഡ് ചെലാങ്കോ ലേക്ക് ഈസ് ഇൻ ന്യൂയോർക്ക്. ന്യൂയോർക്കിലുള്ള ചെലാങ്കോ ലേക്ക്. ആൻഡ് എ സ്വിമ്മർ ക്രോസസ് ദ ചെലാങ്കോ ലേക്ക്. ഇവിടെ ഒരു നീന്തൽകാരൻ, ഒരു സ്വിമ്മർ, അദ്ദേഹം ചെലാങ്കോ ലേക്ക് നീന്തിക്കടക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ഹിയർ ചെലാങ്കോ ഈസ് എ സിംബൽ ദാറ്റ് റെപ്രസെന്റ്സ് ദ ഓൾഡ് നേറ്റീവ്സ് ഓർ റെഡ് ഇന്ത്യൻസ് ഓഫ് അമേരിക്ക. അവിടെയുള്ള നേറ്റീവ്സിനാണ്, യൂറോപ്യന്മാരുടെ കടന്നുവരവിന് മുൻപ് അമേരിക്കയിലുള്ള നേറ്റീവ്സ്, അതായത് റെഡ് ഇന്ത്യൻസ്, അവരെയാണ് ചെലാങ്കോ എന്ന ആ ഒരു പ്രതീകത്തിലൂടെ കവി പ്രതിനിധാനം ചെയ്യുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സീസണിന്റെ പ്രത്യേകതകളുണ്ട്. ആൻഡ് ഇൻ വിന്റർ സീസൺ ദിസ് ലേക്ക് ബിക്കം ഫ്രോസൺ. ഒരു വിന്റർ സീസണിൽ ഈ ചെലാങ്കോ ലേക്കിന്റെ പ്രത്യേകത അത് തണുത്തുറഞ്ഞ് നല്ല ആ ഒരു ഐസ് കട്ടയുടെ രൂപത്തിലായിരിക്കും ഉണ്ടാകുക. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഓട്ടം സീസൺ. ഓട്ടം സീസൺ നമുക്കറിയാം, ഇറ്റ്സ് എ ടൈം ഇൻ ബിറ്റ്വീൻ വിന്റർ ആൻഡ് സമ്മർ. സമ്മറിനെ വിന്ററിന്റെ ഇടയിൽ, അതായത് ഇല കൊഴിക്കുന്ന സമയം, മരങ്ങളിലൊക്കെ ഇലകളില്ലാതെ മരങ്ങളെല്ലാം ഇല കൊഴിച്ച് നിൽക്കുന്ന സമയമാണ്, ഇല കൊഴിയുന്ന ശിശിര കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ആൻഡ് എ സ്വിമ്മർ ക്രോസസ് ദ ലേക്ക്. ഒരു നീന്തൽക്കാരൻ, അദ്ദേഹം ഈ ചെലാങ്കോ ലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു അദ്ദേഹം കടക്കുന്ന ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. സ്വിമ്മിങ് ചെലാങ്കോ ലേക്ക് ബൈ ചാൾസ് ടോംലിൻസൺ തുടങ്ങുന്നു. വിന്റർ വിൽ ബാർ ദ സ്വിമ്മർ സൂൺ. വിന്റർ സീസണിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മൂവ് ഫോർവേഡ്. സോ വിന്റർ സീസൺ വിൽ ബാർ. ബാർ മീൻസ് ഒബ്സ്ട്രക്ട്. ദ സ്വിമ്മർ സൂൺ. സ്വിമ്മർ മീൻസ് നീന്തൽക്കാരൻ. ആ നീന്തുന്ന ആളെ വിന്റർ സീസൺ തടയും. കാരണം ഇൻ വിന്റർ സീസൺ ദ ലേക്ക് ഗെറ്റ്സ് ഫ്രോസൺ. ഈ ലേക്കിലെ വെള്ളം തണുത്തുറഞ്ഞ പോലെയാകും. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മൂവ് ഫോർവേഡ്. മുന്നോട്ടേക്ക് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് വിന്റർ വിൽ ബാർ ദ സ്വിമ്മർ സൂൺ. ഹി റീഡ്സ് മീൻസ് ഹി അണ്ടർസ്റ്റാൻഡ്സ്. അദ്ദേഹം മനസ്സിലാക്കുന്നു. എന്താണ്? ദ വാട്ടേഴ്സ് ഓട്ടംനൽ ഹെസിറ്റേഷൻ. ആ വെള്ളത്തിന്റെ ഓട്ടംനൽ ഹെസിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ആ ഒരു വിന്റർ സീസണിന്റെ പോലെ തന്നെയാണ്. നല്ല തണുത്തുറഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രയാസവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു. അതായത് ആ വെള്ളത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നു. എ വെൽത്ത് ഓഫ് വേസ്. മീൻസ് ദർ ആർ ഡിഫറെന്റ് വേസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വാട്ടർ. ആ വെള്ളത്തെ മനസ്സിലാക്കാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ജാർഡ്. ആ വെള്ളത്തിന്റെ ആഴം മനസ്സിലാക്കാനുള്ള, അതായത് ചിലപ്പോൾ നിശ്ചലമായ വെള്ളമായിരിക്കും, അതിന് എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരിക്കും. അടിയിലുള്ള ആ ഒരു സംഭവങ്ങൾ, അതായത് മണ്ണ്, കല്ലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചുവെങ്കിലും അതിൻ്റെ ആഴം വളരെ വലുതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പല തരത്തിലുള്ള അവസ്ഥകൾ. സോ ഇറ്റ് ഈസ് ജാർഡ്. ഇറ്റ് ഈസ് എസ്റ്റിയർ ഓൾറെഡി ഡെസ്പൈറ്റ് ഇറ്റ്സ് സ്റ്റെഡിനെസ്. എന്താണ് ഇറ്റ് ഈസ് എസ്റ്റിയർ? എസ്റ്റിയർ മീൻസ് സ്റ്റിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇളക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, മൂവിങ് ആണ്.
despite its steadiness. Even though the water seems to be steady, it is in movement. അതായത് വെള്ളം നിശ്ചലമാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അതിന് ഒഴുക്കുണ്ട്. ആൻഡ് where the first leaves at the first tremor of the morning air have dropped, anticipating him. ഈ സമയത്താണ്, അങ്ങനെ ആ വെള്ളത്തിന്റെ ആഴത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആ സമയത്താണ് where the first leaves of the first tremor means shivering of the morning air, രാവിലത്തെ ആ ഒരു ചെറിയ കാറ്റടിച്ച സമയത്ത്, രാവിലെ ഓട്ടം സീസൺ ആണ്. ഓട്ടം നമ്മൾ പറഞ്ഞു ഈ എന്താണ് സ്വിമ്മർ he is trying to cross this lake in autumn season. ഓട്ടം സീസണിലാണ് അദ്ദേഹം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം നമ്മൾ പറഞ്ഞു ഓട്ടം സീസണിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ സീസൺ ഓഫ് ഷെഡിങ് ലീവ്സ്. ഈ ലീവ്സ്, ഇലകൾ കൊഴിക്കുന്ന സമയമാണ്, മരങ്ങളിൽ ഇല കൊഴിക്കുന്ന ആ സമയം. ആ സമയത്ത് രാവിലത്തെ ആദ്യത്തെ ആ ഒരു പ്രഭാതത്തിൽ തന്നെ, രാവിലത്തെ ആ ഒരു ചെറിയ കാറ്റടിച്ചപ്പോൾ തന്നെ ഒരു ഇല വീണു. ആൻഡ് ദ മോർണിംഗ് എയർ ഹാവ് ഡ്രോപ്ഡ് a leaf, and anticipating means thinking him, launching their imprints outwards the eccentric and overlapping circles. ആ ഇല നേരെ വെള്ളത്തിലാണ് വീണത്. ആൻഡ് ഇറ്റ് മേക്സ് സർക്കിൾസ്. ആ ഒരു മൂവ്മെന്റ്, ആ ഇല വീണതോടുകൂടി ആ വെള്ളത്തിന് ചെറിയ മൂവ്മെന്റ് അവിടെ സംഭവിക്കുന്നു. ആൻഡ് ദർ ഇസ് എ ജോമെട്രി ഓഫ് വാട്ടർ ഫോർ ദീസ് സ്ക്വയർസ് ഓഫ് ദ ക്ലൗഡ്സ്. ഈ സമയത്ത് വി ക്യാൻ സീ എ ജോമെട്രി ഓഫ് വാട്ടർ ഇൻ ദ ലേക്ക്. അതായത് ഇവിടെ ഈ ഇലകളൊക്കെ വീണിട്ട് ആ ഇലകളിൽ, ആ ലേക്കിൽ, ആ നദിയിൽ, ആ ഒരു തടാകത്തിൽ പല പല ഷേപ്പുകൾ ഉണ്ടായി. അതായത് ഇലകൾ വീണിട്ട് സ്ക്വയർ, റെക്റ്റാങ്കിൾ, അങ്ങനെയുള്ള പല ജോമെട്രിക്കൽ ഷേപ്സും നമുക്ക് കാണാൻ സാധിക്കും ആ ലേക്കിൽ. ആൻഡ് ഫോർ ദി സ്ക്വയേഴ്സ് ഓഫ് ദ ക്ലൗഡ്സ് ടു. ഈ സമയത്ത് മേഘത്തിലെ, ഈ തടാകത്തിൽ കാണുന്ന പോലെ ഇലകൾ വീണിട്ട് പല പല ഷേപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സീ ഡിഫറെന്റ് ഷേപ്സ് അറ്റ് ദ ക്ലൗഡ്സ്. മേഘങ്ങളിലും നമുക്ക് പല പല ഷേപ്പുകൾ കാണാൻ സാധിക്കും. നമുക്കറിയാം, മേഘം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പഞ്ഞിക്കെട്ട് പോലെ കാണാം, അതേപോലെ തന്നെ സിംഹത്തിന്റെ രൂപത്തിൽ കാണാം, മലകൾ പോലെ കാണാം. അങ്ങനെ പല ഷേപ്പിലും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ക്ലൗഡ്സിനെ കാണാൻ സാധിക്കും. ആൻഡ് സെറ്റ്സ് ദം ഫ്ലോട്ടിംഗ് ഇൻ എ നാദർ ഓൾമോസ്റ്റ് ഓൾ ആംഗിൾസ് ആൻഡ് സ്ട്രോങ്ങേഷൻസ്. Every tree appears a cypress as it stretches there, and every bush that shows the season. അതായത് ഓരോ മരങ്ങളും നമുക്ക് കാണുമ്പോൾ എന്താണ്, മരുഭൂമി പോലെ തോന്നുന്ന അവസ്ഥ. കാരണം എല്ലാ മരങ്ങളിലും ഇലകളില്ലാത്ത അവസ്ഥയാണുള്ളത്. സോ ഇറ്റ് സീംസ് ടു ബി എ ഡെസേർട്ട്. ആൻഡ് all the every bush that also shows the seasons. ഓരോ ബുഷും, ഓരോ ചെടികളിലും നമുക്ക് ആ ഒരു സീസണിന്റെ പ്രത്യേകത കാണാൻ സാധിക്കുന്നത്. എല്ലാ മരങ്ങളും ഇല പൊഴിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത്. ആൻഡ് എ ഷാഫ് ഓഫ് ഫയർ, ഇറ്റ് ഈസ് ജോമെട്രി ആൻഡ് നോട്ട് എ ഫാന്റാസിയ ഓഫ് ഡിസ്റ്റോർട്ടിംഗ് ഫോംസ്, ബട്ട് ഈച്ച് ലിക്വിഡ് വേരിയേഷൻ സെൻസറബിൾ ടു ദ തീംസ്. ഇറ്റ് മേക്സ് എ വേ ഫ്രം place before it is a consistency, a grain of the pulsating flow. അതായത് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ, അതേപോലെ തന്നെ ഈ വെള്ളത്തിന്റെ അവസ്ഥയൊക്കെ ആ ലേക്കിൽ വി ക്യാൻ സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷേപ്സ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സീ ഡിഫറെന്റ് ഷേപ്സ് അറ്റ് ദി ക്ലൗഡ്സ്. അതോടൊപ്പം തന്നെ മരങ്ങളുടെ പ്രത്യേകത, ഓൾ ദി ട്രീസ് ആർ ഷെഡിങ് ലീവ്സ്. അതിൽ ഓരോ ബുഷ് മീൻസ് കുറ്റിച്ചെടികളാണ്. ആ ഓരോ കുറ്റിച്ചെടികളിൽ പോലും വി ക്യാൻ സീ ദ സീസൺസ്. ആ സീസണിന്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. കാരണം എല്ലാ മരങ്ങളും ചെടികളും ഒക്കെ ഇല കൊഴിച്ചിട്ടാണുള്ളത്. ബട്ട് ഹി ഹാസ് ലുക്ഡ് ലോങ് ഇനഫ് ആൻഡ് നൗ ബോഡി മസ്റ്റ് റീകോൾ ദ ഐസ് ടു ഇറ്റ്സ് ഡിപ്പെൻഡൻസ് ആസ് ദി scissors the water shapes a pots and sways it to the falters. ഇനി ദ സിമ്മർ ഇസ് തിങ്കിങ്. ഈ സമയത്ത് ഈ ലേക്ക് ക്രോസ് ചെയ്യാൻ വരുന്ന സമയത്ത് സിമ്മർ ആ ലേക്കിനടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹം ഈ പല കാര്യങ്ങളും ചിന്തിക്കുന്നു, ഈ ഷേപ്പുകളും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. ആൻഡ് അറ്റ് ദി സെയിം ടൈം ഹി മെഷേഴ്സ് ദ ഡിസ്റ്റൻസ്. ആ ബോഡിയും ഐയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അതായത് ശരീരം എത്രത്തോളം നീന്തി അങ്ങെത്തണം,
ആ കണ്ണെത്തുന്നിടത്തോളം അത്രയും തന്നെ ആ ബോഡിയും സ്ട്രെയിൻ ചെയ്ത് അത്രത്തോളം നീന്തി എത്തണം. ആ ഒരു മെഷർമെന്റ് അദ്ദേഹം നടത്തുന്നു. ഏതുപോലെ, ജസ്റ്റ് ലൈക്ക് ദ സിസേഴ്സ് ദാറ്റ് കട്ട് ദി ഡ്രസ്, സിസേഴ്സ് ഡ്രസ്സ് കീറി മുറിക്കുന്നത് പോലെ ഹി ഹാസ് ടു കട്ട് ദ ലേക്ക് ഓർ ഹി ഹാസ് ടു കട്ട് ദ വാട്ടേഴ്സ്. വെള്ളത്തെ കീറി മുറിച്ചിട്ട് വേണം അയാൾക്ക് മുന്നോട്ടേക്ക് പോകാൻ. നമ്മൾ പറഞ്ഞു വെള്ളത്തിന്റെ പ്രത്യേകത ബിഫോർ എന്താണ് സ്റ്റെപ്പിംഗ് ഇൻ ടു ദ വാട്ടർ ഹി ഹാസ് ടു മെഷർ ദ ഡെപ്ത് ഓഫ് ദി വാട്ടർ. ദ ഇമേജ് ദാറ്റ് ഹി ഹാസ് ടോൺ flows to behind him, healing itself, lifting and lengthening, splayed like feathers. എന്ത് ചെയ്യുന്നു? ദ ഇമേജ് ദാറ്റ് ഹി ഹാസ് ടോൺ, നമ്മൾ പറഞ്ഞു ജസ്റ്റ് ലൈക്ക് കട്ടിങ് എ കോട്ടൺ അല്ലെങ്കിൽ ഓർ ഡ്രസ്, ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുന്നത് പോലെ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത് പോലെയാണ് ഹി ഈസ് കട്ടിങ് ദ വാട്ടേഴ്സ് ആൻഡ് മൂവ് ഫോർവേഡ്. ആ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഒരു ഡ്രസ്സ് കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെ അദ്ദേഹം വെള്ളത്തെ കീറിമുറിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ദ ഇമേജ് ഹി ഹാസ് ടോൺ ഫ്ലോസ് ടു ബിഹൈൻഡ് ഹിം, അദ്ദേഹത്തിന്റെ പിന്നിൽ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ആ പിന്നില് ആ മുറിവുകൾ ഹീലിംഗ് ഇറ്റ് സെൽഫ്, സ്വയം കൂടിച്ചേരുന്ന പോലെ തോന്നുന്നു. അതായത് അദ്ദേഹം നീന്തി തുഴഞ്ഞ് നീന്തി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് വെള്ളം കീറി മുറിച്ചതുപോലെ തോന്നും, പക്ഷേ പുറകോട്ട് നോക്കുന്ന സമയത്ത് ആ വെള്ളം വീണ്ടും ചേരുന്നത് പോലെ തോന്നും. ആൻഡ് ലിഫ്റ്റിംഗ് ആൻഡ് ലെങ്തനിങ്, സ്പ്ലേഡ് ലൈക്ക് ദ ഫെദേഴ്സ്, ഒരു തൂവല് പോലെ അദ്ദേഹം ലിഫ്റ്റിംഗ് ആൻഡ് ലെങ്തനിങ്, അദ്ദേഹം എന്താണ് കൈകൾ നീർത്തി വെച്ച് ആ മുന്നോട്ടേക്ക് പോകുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ ഫ്ലോട്ടിംഗ് ഓഫ് ഫെദേഴ്സ്. ഇവിടെ നമുക്ക് സിമിലി കാണാൻ സാധിക്കും, സിമിലി എന്ന പോയറ്റിക് ഡിവൈസ് കാണാൻ സാധിക്കും. ആൻഡ് ഡൗൺ ഓൺ ഇമൻസ് വിങ് ഹൂസ് ഡാർക്കനിങ് സ്പ്രെഡ് ഷാഡോസ് ഓൺ ഹിസ് സോൾട്ടർനെസ് എലോൺ ഹി ഈസ് അൺനെയിംഡ്. ആൻഡ് ബൈ ദിസ് ബാപ്റ്റിസം, ഇതില് ഇദ്ദേഹം ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഹി ഈസ് ഇൻ ബാപ്റ്റിസം, അദ്ദേഹം ബാപ്റ്റിസം നടത്തുന്നത് പോലെ. അതായത് ബാപ്റ്റിസം മീൻസ് ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ മുക്കുക. അപ്പോൾ ചെറിയ കുഞ്ഞിനെ മാമോദീസ മുക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് പോലെ, അതായത് പാവങ്ങളൊക്കെ കഴുകിക്കളയാൻ ആ ഒരു ചടങ്ങിൽ എന്താണ് ക്രിസ്ത്യനായി ആ കുട്ടിയെ നാമധേയം ചെയ്യുന്ന ആ സമയത്ത് ആ പാവങ്ങളൊക്കെ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ആ ഒരു സ്നാനം ചെയ്യുന്നത് പോലെ അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ ആണ് എന്ന് നമുക്ക് തോന്നും. കാരണം ഈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ബാപ്റ്റിസത്തിലാണെന്ന് തോന്നും. വേർ ഓൺലി ഷെലാങ്കോ ബെയേഴ്സ് എ നെയിം, ആ സമയത്ത് ആ ഒരു ബാപ്റ്റിസം നടത്തുന്ന സമയത്ത് ഹി ഓർ ഷീ ഹാസ് ടു ബി ഗിവൺ എ നെയിം, ഒരു പേര് കൊടുക്കും. അപ്പൊ ഈ ഒരു ഇവിടെ ഈ സ്വിമ്മർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓൺലി ചെലാങ്കോ ബെയേഴ്സ് ദ നെയിം, ചെലാങ്കോ എന്ന ആ ഒരു തടാകത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് എന്ത് പേര് കൊടുക്കണം എന്ന് അറിയുള്ളൂ. കാരണം ഇതൊരു ബാപ്റ്റിസവുമായിട്ട് കമ്പയർ ചെയ്യാണ്, ഒരു പേരുമില്ല. ആൻഡ് ഇൻ എ ലോസ് ലാംഗ്വേജ് ഹി ബിഗിൻസ് ടു കൺസ്ട്രൂ എ സ്പീച്ച് ഓഫ് ഡെൻസിറ്റീസ് ആൻഡ് ഡെറീഷൻസ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹി ഹാസ് എ ലോട്ട് ഓഫ് തോട്ട്സ്, ഒരുപാട് ചിന്തകളുണ്ട്. കാരണം അദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞു, ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് ഐസ്, ഐ ആൻഡ് ബോഡി കോണ്ടാക്ട്. കാരണം കണ്ണെത്തുന്ന ദൂരത്തോളം നീന്തി കടന്ന് അദ്ദേഹത്തിന് എത്തേണ്ടതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അങ്ങനെയുള്ള പല പല ചിന്തകളാണുള്ളത്. ആൻഡ് ഹാഫ് റിപ്ലൈസ് ടു ദ ക്വസ്റ്റ്യൻസ് ഹിസ് ബോഡി മസ്റ്റ് ഫ്രെയിം, അദ്ദേഹത്തിൻ്റെ ശരീരം ആവശ്യപ്പെടുന്ന ആ ഒരു ചിന്തകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. കാരണം ശരീരം ആവശ്യപ്പെടുകയാണ്. അതായത് ഇവിടെ ക്ഷീണമാണ് കാണിക്കുന്നത് കുറച്ച് നീന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടംനൽ ഹെസിറ്റേഷൻ, ആ ഒരു വെള്ളത്തിന്റെ അവസ്ഥ, വെള്ളത്തിന്റെ ആ ഒരു ഡെപ്ത് ഉണ്ട്, അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ആ ഒരു ചൂട് തണുപ്പ് അങ്ങനെയുള്ള ആ ഒരു പ്രശ്നങ്ങളുണ്ട്. വിന്റർ സീസൺ ആകാറായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇൻ ഫ്രോസൺ സ്റ്റേറ്റ്. അങ്ങനെയുള്ള തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു ഓട്ടംനൽ ഹെസിറ്റേഷൻ ഉണ്ട്, അതൊക്കെ ബോഡി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോഡി പല പല ചോദ്യങ്ങളും ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ആൻസർ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദെൻ ഫ്രോഗ് ലൈക്ക് അക്രോസ് ദി all but penetrable element, human he confronts it, and human he draws back.
from the interior cold, the mercilessness that yet shows a kind of mercy sustaining him. അതായത് ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് mercilessness. കാരണം ക്രൂരമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ വിന്റർ സീസൺ ആൻഡ് ദ ബോഡി ഹാസ് ടു സഫർ ദ കോൾഡ്നെസ്. ആ ഒരു കോൾഡ്നെസ് ഉണ്ട്, ആ ഒരു തണുപ്പ് ബോഡിക്ക് സഹിക്കേണ്ടതായിട്ട് വരുന്നു. ആ ഒരു merciless ആക്ട് ആണ്. എന്താണ് കരുണയില്ലാത്ത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ആ ഒരു വെള്ളത്തിൽ നീന്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു തണുത്ത വെള്ളത്തിൽ നീന്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ merciless act. ആൻഡ് but a kind of mercy is sustaining him. And the last sun of the year is drying his skin. Above the surface, a mere mosaic of tiny shatterings where the wind is un- uh, uncapping all images in the flowing obsidian and the going elsewhere of ripples recently shaping. അതായത് ആ റിപ്പിൾസ് അതായത് അദ്ദേഹം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ചലനത്തിലൂടെ അവിടെ റിപ്പിൾസ് മീൻസ് അവിടെ ചെറിയ ചെറിയ അലകൾ അല്ലെങ്കിൽ ആ കുഴികൾ രൂപപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിനനുസരിച്ച് ആ ലേക്കിൽ പല പല കുഴികളും അല്ലെങ്കിൽ പല പല ഷേപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഈ കവിതയിൽ പറയുന്നത്, while we are moving forward or while we are facing life, we have to face a lot of problems. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വി ഹാവ് ടു മെഷർ ഇറ്റ്സ് ഡെപ്ത്, അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ദ കണ്ടീഷൻ ഓഫ് ദ ലേക്ക്, ആ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വി ഹാവ് ടു മൂവ് ഫോർവേഡ്. എന്ത് തന്നെ വന്നാലും നമ്മൾ പറഞ്ഞു കണ്ണും ശരീരവും എത്തേണ്ടത്, അത് തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അതായത് ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് ഐ. രണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ പല പ്രതിസന്ധികളും നമുക്കുണ്ടാകും, അതിനെ നമ്മൾ തരണം ചെയ്യണം. അതേപോലെ കണ്ണെത്തുന്ന അതേ ദൂരത്ത് തന്നെ ചിലപ്പോൾ ബോഡിക്ക് എത്താൻ സാധിക്കില്ല. സോ ബോഡിക്ക് എത്താൻ സാധിക്കില്ല മീൻസ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും നമ്മൾ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അവിടെ ഒരു കമ്പാരിസൺ നടത്തുന്നു. ജസ്റ്റ് ലൈക്ക് കട്ടിങ് ദ ഡ്രസ്, വി ആർ കട്ടിങ് ദ വാട്ടർ ആൻഡ് മൂവിങ് ഫോർവേഡ്. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ഹീൽ ഇറ്റ് സെൽഫ്. അത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ആ പാസ്റ്റ് പലതരത്തിലുള്ള വേദനിപ്പിക്കുന്നതാണ് എങ്കിലും ഇറ്റ് വിൽ ബി സൂൺ ഹീൽഡ്. അത് എന്താണ് പെട്ടെന്ന് തന്നെ സുഖപ്പെട്ട പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ സുഖപ്പെടും. അങ്ങനെ സുഖപ്പെടുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ ഓർമ്മകൾ നമുക്കുണ്ടാകാം. ആ ഓർമ്മകൾ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടെടുത്ത്, ഒരു ഫയർ ആയിട്ടെടുത്ത്, അത് അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ ആയിട്ടെടുത്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു ശക്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു പെസിമിസ്റ്റിക് ആ ഒരു പെസിമിസ്റ്റിക് അപ്രോച്ച് ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഓപ്റ്റിമിസം, ജീവിതത്തിലെ ഓപ്റ്റിമിസത്തിന് പ്രാധാന്യമാണ് ഇതിനകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ പല സീസൺസിന്റെ പ്രത്യേകത, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ അവർ ലൈഫ്. നമ്മളുടെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഓരോ സ്റ്റേജസിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദീസ് സീസൺസ് അവർ ലൈഫ് ഓൾസോ ഹാസ് ഡിഫറെൻറ്റ് ഫേസസ്. പല മുഖങ്ങളുണ്ട്. ചിലപ്പോൾ സന്തോഷത്തിൻ്റെ മുഖമായിരിക്കാം, സങ്കടത്തിൻ്റെ മുഖമായിരിക്കാം, ചിലപ്പോൾ ആങ്സൈറ്റിയുടേതായിരിക്കാം, അങ്ങനെ ചിലപ്പോൾ പേടിപ്പിക്കുന്ന മുഖങ്ങളായിരിക്കാം. അപ്പോൾ പല പല മുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വി ഹാവ് ടു മൂവ് ഫോർവേഡ്. ഇതാണ് ഈ കവിതയുടെ ആശയങ്ങൾ. ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, സ്വിമ്മിങ് ചെലാങ്കോ ലേക്ക് എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് സിംബോളിക് സിഗ്നിഫിക്കൻസ്, ചെലാങ്കോ എന്ന വാക്ക് ഒരു സിമ്പലാണ്, അതെന്തിനെ കാണിക്കുന്നത് ചോദിക്കുക. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നേറ്റീവ് പീപ്പിൾ ഓഫ് അമേരിക്ക, അതായത് റെഡ് ഇന്ത്യൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. These are the major points. Hope you enjoyed it. Thank you.